എന്താ അങ്ങനെ പറഞ്ഞ കേക്കാതെ? ഇതൊന്നും ഇപ്പൊ ഇതില് പറയേണ്ട ആവശ്യമില്ല. കലാവിരുതുകൾക്ക് വിരാമമായി ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പോൾ C4 കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, പൂരങ്ങളൊക്കെ നടക്കണ്ടാവല്ലോ, എല്ലാ നാട്ടിലൊക്കെ പൂരങ്ങളൊക്കെ നടക്കണില്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരപ്പം ഈ ഫെബ്രുവരിയിലാണ് നടക്കാൻ പോണത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മളൊരു വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഇതെന്താ വരുന്നത് വെച്ചാൽ, ഇന്ന് പറയെടുപ്പ് വരുന്നുണ്ട്. അവരെ ദേശങ്ങളിലെ ഒരു പറയെടുപ്പ് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണെന്ന് പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ പറയെടുപ്പ് എന്ന് പറയാറുണ്ട് കേട്ടോ. അതാ ഞാൻ പറയാൻ കാരണം. അപ്പോൾ അതിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് നമ്മളിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളിന്ന് ചെയ്യണത് കേട്ടോ. ഇന്ന് സോണി ഇപ്പോൾ കുളിക്കാൻ പോയിക്കാണ്. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഇവിടെ ഡിസൈൻ ചെയ്യാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ടൈൽസ് ഇല്ല, ഇവിടെയാണ് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നും അവിടെ തന്നെ ഒരു നല്ലൊരു ഡിസൈൻ ചെയ്യാൻ വിചാരിക്കുകയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവളൊരു നല്ല വേറെ ഡിസൈനർന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്രാവശ്യം അവൾക്കൊരു വേറെ ഡിസൈനൊക്കെ ചെയ്യണം വിചാരിച്ചിട്ട് രാത്രിയൊക്കെ ഇരുന്നിട്ട് തല പോയിച്ചിട്ട് ഇരുന്ന് വരച്ചിട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത് നമുക്കൊന്ന് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണതൊക്കെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മറക്കാതെ നിങ്ങൾ എല്ലാവരും ഇതൊന്നും ഇരുന്ന് കാണാൻ നോക്കി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ വഴക്കുകളോ അല്ലെങ്കിൽ ചെറിയ തമാശകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വ്ളോഗിലേക്ക് പോവാം. ഓക്കെ. ഒരാളുടെ മേക്കപ്പ് ഇതുവരെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന് അതെ അല്ല, അത് തൽക്കാലം ഇതൊന്നും ഇപ്പൊ ഇതില് പറയേണ്ട ആവശ്യമില്ല, വേണ്ട. നീ എന്താ ഒരുമാതിരി മണിച്ചിത്രത്താഴിലെ ശോഭനെ പോലെ ഇത് നെറ്റിച്ചുട്ടി ഇത് ഒക്കെ വാങ്ങിച്ചേരാം കേട്ടോ. ഇപ്പൊ തൽക്കാലം പിരിയൻ ത്രെഡ് ചെയ്തിട്ടില്ല. മൂഖത്തിന്റെ അവിടെ ഒക്കെ ശരിയാവും കേട്ടോ. താങ്കളിപ്പോ ഒന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തൊന്ന് റെഡി ആയിട്ട് പോവാ. നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യാണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പൊ അങ്ങനെ ഒരുത്തിത മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ വന്ന് നിൽക്കുകയാണ് കേട്ടാ. കുറച്ച് ലിപ്സ്റ്റിക് തേച്ച്, പൗഡർ, ലിപ് ബാം തേച്ച്, ശരി എന്തോ ഒന്ന്. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഒരുത്തി ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടാ. ഇനി എന്താണ് നമ്മളുടെ പരിപാടി? എന്താണ്? കളം വരയ്ക്കണം. താങ്കള് ഇന്നലെ എന്തൊക്കെയാ ഡിസൈൻ ചെയ്തിട്ടൊക്കെ കളം വരച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടു. എന്താ ഡിസൈൻ ഇല്ലേ? ഈ എന്താ വല്ല മറ്റേ 60 അടി 70 അടി നീളത്തിലുള്ള ബാനർ ഒന്നല്ലല്ലോ ഇവിടെ അടിച്ചേക്കണ്. ചെറിയൊരു കളം വരയ്ക്കാനല്ലേ. മാവാണ്, മാവില് ഇങ്ങനെ തൂക്കിയിടണം, അതല്ല അതിന്റെ ഒരു കഴിവ്. ഇത് കോലല്ല, ഇതിന് പൊടി വെച്ച് ചെയ്യാനായിട്ട്. കോലം വരച്ചാ ശരി. ഇപ്പൊ നമുക്ക് മറ്റേ പരിപാടി തുടങ്ങല്ലേ? എന്നാ തുടങ്ങിട്ടെ. എനിക്ക് 2 ദോശ, പ്ലെയിൻ ദോശ മതി കേട്ടോ. ഇത് വെച്ചിട്ട് വരയ്ക്കണ്. നോക്കി എന്നാ നടക്കട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. ഒരാളിതാ ഫോട്ടോ ഒക്കെ നോക്കി വളരെ പ്രാഥമികമായ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പ്രൊഫഷണൽ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും താങ്കളത് നോക്കി വരയ്ക്കൂ, വല്ലതും നടക്കുവോ? ഓ ശരി എന്നാ. ഒരാൾ ചെറിയ ഡിസൈനൊക്കെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. ചേച്ചി ഒരു ദീപം വരയ്ക്കാനാട്ടോ നോക്കണത്. പറ എടുക്കാൻ വരുന്ന ആൾക്കാര് മക്കളെ ഇത് എന്താ സംഭവം, ഞങ്ങൾക്കിത് മനസ്സിലായില്ലല്ലോ, ഇതെന്താ പുതിയ ടൈപ്പ് വല്ല സാധനമാണെന്നൊക്കെ ചോദിക്കും. വളവൊന്നുമില്ല, വളരെ കറക്റ്റായിട്ട് തന്നെ വളഞ്ഞ് വരച്ചിക്കണ്. അത് കുഴപ്പമൊന്നുമില്ല. താങ്കൾക്ക് നടക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ അമ്മേനെ വിളിക്കാം. അപ്പൊ പൃഥ്വിട്ട നമ്മുടെ കയ്യിൽ വന്നിട്ടാ. അവനൊരു ഉറക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ എന്താ പറയാ, എന്തോ ഒരു മൂകതയിലാണ് ചെക്കൻ വന്നിരിക്കുന്നത്. ആണോടാ? നിനക്ക് എന്തെങ്കിലും മൂകത ഉണ്ടോ? ടാറ്റ കൊടുത്ത എല്ലാവർക്കും. ഹായ് ഫ്രണ്ട്സ്. അവൻ എന്തോ പോലെ ഇരിക്കുകയാണ് ഗൈസ്. അവൻ എന്താന്ന് മനസ്സിലായിട്ടില്ല. അമ്മ കോലം വരയ്ക്കണ കണ്ടിട്ട് ചെക്കൻ അന്തം വിട്ട് നോക്കിക്കുക, ഈ തള്ളത് എന്താ ഈ കാട്ടുന്നത് എന്നുള്ളതിന് അല്ലേ. മോണി ചേച്ചി കാര്യമായിട്ട് തന്നെ ഓരോന്നും വരയ്ക്കണ്ടിട്ടാ. അവളെ ഏകദേശം സക്സസ് പക്കയായിട്ട് വരുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളെപ്പോൾ കാണിക്കേണ്ടതെന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ആയിട്ട് കാണിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എന്താണ് അപ്പൊ നിങ്ങളുടെ പ്രതികരണം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയട്ടാ. ഗൈസ്, ഇവിടെ ഒരുത്ത എൻ്റെ തുണി കടന്നിട്ട് മേക്കാണ്. അവസാനം എൻ്റെ തുണിയും പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നാണ് ഇപ്പം എൻ്റെ പേടി. ഡാ എങ്ങട്ടാടാ അവിടെ നിക്കടാ അവിടെ. ഒരാൾ ഇവിടെ കടന്ന് കോലം കളി കളിക്കുന്നു, ഒരാൾ അവിടെ നിന്നിട്ട് കോലം ഇടുന്നു.
പൃഥ്വിയുടെ ഒരു പുതിയ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പൊ മൂപ്പരുടെ മെയിൻ പരിപാടി. ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇപ്പൊ കയ്യിൽ. ഓടിവാ അച്ഛന്റെ കുട്ടി, ഓടിവാ. പോറ്റേർന്ന് അമ്മ എന്തൊക്കെയാ ചെയ്യണ്, അമ്മ എന്തൊക്കെയാ ഇവിടെ ചെയ്യണ്. പുരി പുരി. ആ അങ്ങനെ അങ്ങനെ അങ്ങനെ. യെസ് യെസ്. ഒരാൾ നീങ്ങി നീങ്ങി വരിക കേട്ടോ കോലം കോളാക്കാനായിട്ട്. അവിടെ നിക്കടാ, അമ്മ കഷ്ടപ്പെട്ട് വരച്ചല്ലേ, കോളാക്കണ്ട കോളാക്കണ്ട കുഞ്ഞാ. എന്താ അങ്ങനെ പറഞ്ഞ കേക്കാതെ? എന്താ എന്താ പൃഥ്വിട്ടന് എന്ത് പറ്റി? എന്താ പറ്റി? ആരാ കാട്ടി? പൃഥ്വിനെ ആരാ കാട്ടി? അമ്മയാണോ കാട്ടിയത്? അത് അച്ഛയാണോ കാട്ടിയത്? ആരാ കാട്ടി? ചെക്കനൊന്ന് കരയിക്കാൻ നോക്കിയതാ, പക്ഷെ നടക്കണില്ല. ഒരാൾക്ക് ക്യാമറ കാണിച്ചപ്പോ ഇത്ര നേരം കരയായിരുന്നു കേട്ടോ. ക്യാമറ കാണിച്ചപ്പോ ഓന്റെ കരച്ചിലങ്ങോട്ട് നിന്നു. കാരണം ക്യാമറ മുന്നിൽ അവന് കരയുന്നത് തീരെ ഇഷ്ടമല്ല തോന്നുന്നുണ്ട്. എന്താടാ നിനക്കെന്താ ഇപ്പൊ കരയണ്ടടാ? നീ കരയടാ. എടാ നീ കരയി. നീയല്ല എത്ര നേരം കടന്ന് കരഞ്ഞേർന്ന്. എന്താ എനിക്കിപ്പോ കരയണ്ടേ? കരയണ്ടാ, കരയടാ. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കൂലടാ. കരയടാ നീ. എന്താ ക്യാമറ കാണിക്കുമ്പോ എന്റെ കരച്ചില് പോണ്ടോ? യെസ്, ഫൈനലി അങ്ങനെ സോണി ചേച്ചിയുടെ കലാവിരുതുകൾക്ക് വിരാമമായി ഗായ്സ്. അവൾ അങ്ങനെ കഷ്ടപ്പെട്ട് 1 മണിക്കൂർ എടുത്ത് അവൾ ഇതാ കോലം പറയടപ്പിനുള്ള ഡിസൈൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് നമുക്കതൊന്ന് കാണാം കേട്ടോ. ഒരുത്തി നോക്കി നോക്ക്, വരച്ച് വരച്ച് വരച്ചപ്പോ വീടിന്റെ ചുറ്റും ഇപ്പൊ ഇവള് കോലം വരയ്ക്കുന്നൊക്കെ തോന്നണ കണ്ടിട്ട്. നല്ല രസമുണ്ട്. പറ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിട്ട് ഇട്ടേക്കുന്ന കോലല്ലേ, കോലല്ലോ എന്തോ അതിന്റെ പേര്, പറയെടുപ്പിനുള്ള അണിയിക്കലോ അങ്ങനെ എന്തോ പറയൂട്ടോ. അപ്പൊ അത് കഴിഞ്ഞു അരിമാവും കൊണ്ട്. പക്ഷെ വരച്ച് ലാസ്റ്റ് എത്തിയപ്പോഴാണ് അതിന്റെ ടെക്നിക്ക് പിടികിട്ടിയത്. നെക്സ്റ്റ് ടൈം ഞാൻ ഇതിനെക്കാട്ടും വെറൈറ്റി ചെയ്യും. അപ്പൊ എന്നാ സോണി വരച്ച ഡിസൈൻ നമുക്കൊന്ന് കണ്ടാലോ. ആദ്യം വരച്ചിരിക്കുന്നത് ദീപാണ്. ഇതിന്റെ ഡിസൈൻ ഇവിടുന്ന് നോക്കുമ്പോൾ കേട്ടോ കൃത്യമായിട്ടും പറയുകയാണെങ്കിൽ വളഞ്ഞിട്ടേ ഇല്ല. വളരെ അടിപൊളിയായിട്ടാണ് ഇവള് ഈ ഡിസൈൻ വരച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഒരു വിളക്കാണ്. യെസ്, വിളക്ക്. യാഹാ, എന്താ വിളക്ക്, അടിപൊളി. ഈ വീട്ടിൽ നിന്ന് കൊടുന്ന അതേ വിളക്ക് പോലെ ഉണ്ട്. ഇനി ഇതെന്താ സാധനം? പൂത്തിരിയോ? ഒരാൾ പാറ വരച്ചാണ് കേട്ടോ ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, അവളുടെ അധ്വാനം കൊണ്ട് വരച്ചതല്ലേ. അപ്പോ വളരെ അടിപൊളിയായിട്ടുണ്ട്. കൈ തരൂ. അലവലാതി എന്റെ കൈക്കൊക്കെ ആക്കി. സോറിടോ, ക്ഷമിക്കടോ. എങ്ങനെയുണ്ട്? അയ്യെന്താ നെല്ല് കൊറേ എണ്ണം ഇങ്ങോട്ട് ഇട്ടത്? അത് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അപ്പൊ ഗായ്സ് പറയെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിങ്ങള് വീഡിയോയിലൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു പാലക്കാടൻ സ്റ്റൈലില് ഒരു പറയെടുപ്പ്. ഇങ്ങനെയാണ് കേട്ടോ. ഇനിയിപ്പോ ആലപ്പുഴ സ്റ്റൈലില് ഇങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ല. ഇവരെ ആലപ്പുഴ സ്റ്റൈലിൽ അങ്ങനെയല്ല. അത് ഓരോ ഡിസ്ട്രിക്ട് വൈസ് വെച്ച് നോക്കുമ്പോ ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കുമല്ലോ ചെയ്യണത്. ഇവിടെ വെളിച്ചപ്പാട് വന്നിട്ടാണ് ചെയ്യാറുള്ളത്. അതെ അതെ അതെ. പിന്നെ എന്താ വെച്ചാൽ മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഇപ്രാവശ്യം ഇവ ഇല്ലല്ലോ. ഇപ്രാവശ്യം ഇവ വയറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്രാവശ്യം വന്നപ്പോ ഇവനെ കൊണ്ടുവന്ന് പറടിപ്പിക്കാനൊക്കെ പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇനിയുള്ള കാലം അങ്ങനെയാണല്ലോ. അല്ലടാ പൃഥ്വിട്ട, മെയിൻ ആളിഞ്ഞി പൃഥ്വിട്ടനാണ് ഇവിടെ. ഇവനാണ് ഇനി ഇവിടെ എല്ലാതും നോക്കേണ്ട ആള്. അല്ലടാ മുത്തേ. ഗായ്സ്, ഞങ്ങളുടെ കിണറ്റിലൊരു വരാലിനെ കണ്ടിട്ടോ. ഇപ്പോഴാണ് ഇതിനെ കാണുന്നിട്ടോ.